ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചവ്ചവ കൊണ്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 മുറി ചവ്ചവാണ് തൊലി കളഞ്ഞ് ചെറിയ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതാ ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചെറിയൊരു സവാള കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവാളയുടെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവ്ചവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചവ്ചവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് ഒട്ടും തന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇനി ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചവ്ചവൊക്കെ പകുതി വേവായിട്ടുണ്ട്. വീണ്ടും നമ്മളിതൊന്ന് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ചവ്ചവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ തോരൻ നല്ല ടേസ്റ്റാണ്. ഈ തോരൻ കഴിക്കാനായിട്ട് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.